ഹരേ രാമ ഹരേ കൃഷ്ണ. സമ്പത്ത് കുമിഞ്ഞുകൂടും. ഈ രാശിക്കാർ തൊട്ടതെല്ലാം പൊന്നായി മാറുവാൻ പോകുന്നു. ഭാഗ്യം ഈ രാശിക്കാർക്ക് ഈ വിഷുക്കാലം സമ്മാനിക്കുന്നത് ഒരു സുവർണ കാലമായിരിക്കും. ഗ്രഹങ്ങളുടെ ഭ്രമണവും രാശിമാറ്റവുമെല്ലാം ജ്യോതിഷപ്രകാരം ഇടയ്ക്കിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങളും അതുപോലെ ദോഷകരമായ കാര്യങ്ങളും സംഭവിക്കും. ജ്യോതിഷപ്രകാരം ഏറ്റവും സാവധാനത്തിൽ ചലിക്കുന്ന ഗ്രഹമാണ് ശനി. ശനി ഈ രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്കുള്ള സംക്രമം നടത്താൻ പോകുന്നു. ഏകദേശം 2.5 വർഷത്തോളം എടുക്കും ഈ സംക്രമണം തീരുവാൻ. സാധാരണ ശനിയുടെ സാന്നിധ്യത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാറില്ല. എന്നാൽ ശനി ഇപ്പോൾ സ്വന്തം രാശിയായ കുംഭത്തിൽ സംക്രമിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 6-ന് പൂർവ ഭാദ്രപദ നക്ഷത്രത്തിൽ ശനി സംക്രമിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് പലർക്കും വലിയ നേട്ടങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത്. ഇനി ഈ ഭാഗ്യം ഏതൊക്കെ രാശിക്കാരിലേക്കാണ് എത്തുവാൻ പോകുന്നത് എന്ന് പറയാം. ആദ്യം മേടം രാശിക്കാരാണ്. നവംബർ 25 മുതൽ ശതഭിഷ നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ശനിയുടെ പൂർവ്വഭാദ്രപദ നക്ഷത്രത്തിലാണ് ഈ സംക്രമണം സംഭവിക്കുക. അതിനാൽ മേടം രാശിക്കാർക്ക് സൂര്യനെ പോലെ പ്രകാശിക്കുവാനുള്ള അവസരം വന്നു ചേരും. ഇത് ഒരുപാട് രാശിക്കാർക്കും ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും ഈ അവസരത്തിൽ ഇല്ലാതാവുകയും ചെയ്യും. സാമ്പത്തികമായി നിങ്ങൾ കരുത്തനാവുകയും ഒരുപാട് വലിയ സാമ്പത്തിക നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളെ തേടി മികച്ച ബിസിനസ്സുകൾ വന്നെത്തും. സർക്കാർ ജോലിക്കാർക്ക് വളരെയധികം ഭാഗ്യം നിറഞ്ഞ സമയമാണ് ഇത്. നിങ്ങൾക്ക് ഉദ്യോഗ കയറ്റം വന്നു ചേരുകയും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് സർക്കാർ ജോലി നേടിത്തരികയും ചെയ്യുന്ന ശുഭവാർത്ത വന്നു ചേരും. അടുത്തത് ഇടവം രാശിക്കാരാണ്. ഇടവ രാശിക്കാരെ സംബന്ധിച്ച് ജീവിതം അടിമുടി മാറി മറിയുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ശനിയുടെ സംക്രമത്താൽ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. ശുഭകരമായിരിക്കും നിങ്ങളുടെ ഈ കാലയളവിലുള്ള ജീവിതം. ജോലിയും ബിസിനസ്സും എല്ലാം വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പ്രമോഷനോ അതോ അതിൽ കൂടുതലുള്ള ജോലികളോ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും. ഈ കാലയളവിൽ നിങ്ങൾക്ക് ഏത് ജോലിയും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതോടൊപ്പം നിങ്ങളുടെ വരുമാനം പല രീതിയിൽ വർദ്ധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പങ്കാളിയിൽ നിന്നുള്ള പിന്തുണയും ഈ സമയം വളരെ ശക്തമായി തീരും. ദാമ്പത്യ ജീവിതത്തിലെ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങും. അവിവാഹിതർക്ക് നല്ല വിവാഹാലോചനകൾ വന്നു ചേരുകയും അതുവഴി നിങ്ങളുടെ വിവാഹം മംഗളകരമായി നടക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് ഇനി വന്നു ചേരുന്നത്. അടുത്തത് കന്നി രാശിക്കാരാണ്. ശുഭകരമായ കാലയളവായിരിക്കും കന്നി രാശിക്കാർക്ക് ഈ വന്നു ചേരുന്ന സമയം. ജീവിതത്തിൽ ദൗർഭാഗ്യം പിന്തുടരുന്നു എന്ന് തോന്നുന്നെങ്കിൽ അത് അവസാനിക്കുന്ന സമയമാണ് നിങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ദീർഘകാലങ്ങളായി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. സന്തോഷവും സൗകര്യങ്ങളും വർദ്ധിക്കുന്നതിന് വളരെയധികം സാക്ഷിയാവുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായുള്ള പുരോഗതിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായുള്ള ബന്ധം അധികം ദൃഢമായി തീരും. നിങ്ങളുടെ ജോലിയിലും വളരെയധികം ഉന്നതിയിൽ എത്തുന്ന സമയമാണ് ഇത്. ഈ രാശിക്കാരെ സംബന്ധിച്ച് ഇതുപോലെ ഒരു സമയം ഇനി തെളിഞ്ഞു വരുവാൻ ഇല്ല. ധനുരാശിയാണ് അടുത്തത്. ഈ രാശിക്കാരെ സംബന്ധിച്ച് ശുഭകരമായ കാര്യങ്ങൾ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കും. ധനുരാശിക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലി തന്നെ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. ഇനി ബിസിനസ്സുകാരാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഈ കാലയളവിൽ വളരെ വലുപ്പത്തിൽ വിപുലീകരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കുടുംബ ജീവിതവും പങ്കാളിയുമായുള്ള ഐക്യവും വളരെയധികം ശക്തമായി തീരും. ശുഭകരമായ കാര്യങ്ങൾ പലതും നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. അത് കൂടുതൽ സമ്പത്തിലേക്കുള്ള വാതിലുകളും തുറക്കപ്പെടും. ധനുരാശിക്കാർക്ക് സമ്പത്തിൽ ആറാടുവാനുള്ള അവസരം കൂടിയായിരിക്കും ഈ കാലയളവിൽ എത്തിച്ചേരുക.
ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം നേട്ടവും നിങ്ങളുടെ ജീവിതം വളരെയധികം അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.